ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി. ശരിക്കും അമേരിക്കയുടെ കയ്യിലുള്ള ഈ ഖത്തറിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നത് അമേരിക്ക അറിഞ്ഞാണോ? അമേരിക്ക ഞെട്ടിപ്പോയി എന്ന് പറയാം. കാരണം ട്രംപിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചായിരുന്നോ? ട്രംപിൻ്റെ പ്രതികരണങ്ങൾ മലയാള മാധ്യമങ്ങളിൽ കണ്ടില്ല, പക്ഷേ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള, ഗാർഡിയൻ ഞാൻ എടുത്ത് പറയാൻ കാരണം ഗാർഡിയൻ ഒരു ഇടതുപക്ഷ പത്രമാണ്. ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ട്രംപിൻ്റെ ഈ അന്തം വിട്ട പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലക്തിഫിയ പെട്രോൾ പമ്പിന് ശേഷമുള്ള ബിൽഡിങ്ങിലാണ് ഈ ആക്രമണം നടന്നത്. അത് അവിടെ സർക്കാരിൻ്റെ സംരക്ഷണയുള്ള പട്ടാളത്തിൻ്റെ കാവലുള്ള ഒരു ബിൽഡിങ്ങാണ്. അവിടെയാണ് ഇന്നലെ ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഹമാസിൻ്റെ ഒത്തുകൂടുന്നു. ഈ ഒത്തുകൂടി അവർ ചർച്ച ചെയ്യാൻ പോകുന്നു. അപ്പോൾ എവിടെ കൂടുന്നു എന്നൊക്കെ നേരത്തെ അറിയാം. കൃത്യമായി അവരെ ചർച്ചയ്ക്ക് വേണ്ടി അവർ വരുന്നു എന്നറിഞ്ഞു. ചർച്ചയ്ക്ക് വരുമ്പോൾ ഏത് സ്ഥലത്താണെന്നറിയാം. അവിടെ ടാർഗറ്റ് ചെയ്ത് അമേരിക്ക കൊടുത്ത F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഇസ്രയേൽ പറന്നു വരുന്നു. വ്യോമാക്രമണമാണ്. പറന്നു വന്നിട്ട് ആക്രമിക്കുന്നു. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക സംരക്ഷിക്കുന്ന ഖത്തറിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി ആക്രമിച്ചിട്ട് തിരിച്ചുപോയി. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു തമാശയുണ്ട്. ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ഒരു വിഖ്യാതമായ പ്രഖ്യാപനമുണ്ട്. ജൂതൻ്റെ ചോര വീണാൽ ഏത് ഉമ്മത്തിൻ്റെ തലയ്ക്കും ഞങ്ങൾ വിലയിടും. അത് എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇസ്രയേലിൻ്റെ കയ്യെത്തും, ഞങ്ങളുടെ കയ്യെത്താത്ത ഒരു സ്ഥലവുമില്ല എന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ ബൈബിൾ കോട്ട് ചെയ്ത് ഇത് ഒബാദിയ 4 കോട്ട് ചെയ്തിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാൽ. വളരെ പ്രസിദ്ധമായ വാചകമാണ് അല്ലേ, എല്ലാവരും ഉപയോഗിക്കും, സിനിമകളിലൊക്കെ പറയുന്നത്. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും നിന്നെ അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും എന്ന് പറയുന്ന ഒരു ബൈബിൾ വചനം വളരെ വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ ആണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയത്. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ പ്രതികരണങ്ങൾ നോക്കൂ. ട്രംപ് പറയുന്നു, ഞങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള ചോദ്യം. ട്രംപ് പറയാണ്, അതായത് വിവരം കിട്ടി, പക്ഷേ ഞാനെന്ത് ചെയ്തു, ഞങ്ങളത് അറിയിച്ചു. ഞാനിപ്പോൾ വിറ്റ്കോഫിനോട് പറഞ്ഞു. വൈറ്റ് ഹൗസ് എൻവോയ് ആണല്ലോ വിറ്റ്കോഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഖത്തറിനെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. വിച്ച് ഹി ഡിഡ്. അയാൾ അത് ചെയ്തു. ഹൗവർ അൺഫോർച്ചുനേറ്റ്ലി ടു ലേറ്റ് ടു സ്റ്റോപ്പ് ദ അറ്റാക്ക്. പക്ഷേ എനിക്ക് വിവരം കിട്ടി, ഞാൻ വിറ്റ്കോഫിനെ വിളിച്ചിട്ട് ഖത്തറിനോട് പറയൂ ഇസ്രയേൽ വരുന്നുണ്ട്, അടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി അത് വളരെ വൈകിപ്പോയി. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഖത്തറിനെ അടിക്കാൻ വേണ്ടി സാധനം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടാണ് നെതന്യാഹു ട്രംപിനെ വിളിച്ചത്. ഞാൻ അടിക്കാൻ സാധനം വിട്ടിട്ടുണ്ട്. ഉടനെ ട്രംപ് വിറ്റ്കോഫിനെ വിളിച്ചു. വിറ്റ്കോഫ് ഖത്തർ അമീറിനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ അടി കഴിഞ്ഞു. സാധനം വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു പണിയാണ് കൊടുത്തത്. ഇത് മാത്രം. അതുകൊണ്ട് ട്രംപ് പറഞ്ഞു, ഇത് നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമാണ്, എനിക്കിതിൽ പങ്കില്ല. ട്രംപ് പറഞ്ഞു എനിക്കിത് പങ്കില്ല എന്ന് ട്രംപ് പറയുന്നു. പിന്നെ ട്രംപ് അങ്ങ് ഖത്തറിനെ പുകഴ്ത്തുകയാണ്. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്ന ഒരു രാജ്യമാണ്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. US-ൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഖ്യകക്ഷിയുമാണ്. ആക്രമണം വളരെ മോശമായിപ്പോയി, ദൗർഭാഗ്യകരമാണ്. ഞാൻ നെതന്യാഹുവിനെ വിളിച്ചു. നെതന്യാഹു പറയുന്നു അയാൾക്ക് സമാധാനമാണ് വേണ്ടതെന്ന് നെതന്യാഹു പറയുന്നു. ഏതായാലും ഖത്തറിൻ്റെ അമീറിനും പ്രധാനമന്ത്രിക്കും ഞാൻ നന്ദി പറയുകയാണ്. US-ൻ്റെ പിന്തുണ ഞങ്ങൾക്ക് നിങ്ങൾ പിന്തുണ തന്നിട്ടുണ്ട്. ആ പിന്തുണ കിട്ടിയ എല്ലാ പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എന്നൊക്കെയാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ മണ്ണിൽ, അതായത് ഖത്തറിൻ്റെ മണ്ണിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ അറിവ് കൊടുത്തു. ഒരു മാർക്കോ റൂബിയോട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറിയോട്, ഒരു കാര്യം മാർക്കോ റൂബി ഉടൻ തന്നെ നമ്മൾ ഖത്തറുമായിട്ടുള്ള ഈ പ്രതിരോധ കരാറുണ്ടല്ലോ, അത് ചർച്ചയിലാണ്, അതൊന്ന് ഫൈനലൈസ് ചെയ്യുക, അത് ഉടനെ ഒപ്പിട്. അത് നെതന്യാഹുവിനെ പഠിപ്പിക്കാനാണോ എന്നറിയില്ല. ഖത്തറിനെ ആക്രമിച്ചാൽ അമേരിക്ക ആക്രമിക്കും, തിരിച്ചാക്രമിക്കും, അമേരിക്ക സംരക്ഷിക്കും എന്ന് പറയുന്നൊരു കരാറ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. മാർക്കോ റൂബി ഉടനെ ആ കരാറ് ഫൈനലൈസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് ഇങ്ങനെ മെഴുകുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അതായത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനെ വല്ലാതെ അമേരിക്ക സംരക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ ഒരുപാട് ഖത്തർ സംരക്ഷിക്കുന്നത് കൊണ്ട്
അമേരിക്കയാണ് ഖത്തറിനൊക്കെ സൗദിക്ക് കൊടുക്കുന്ന പോലെ അമേരിക്കൻ താവളം ഉണ്ടല്ലോ, ജൂണിൽ ഇറാൻ കയറി അവിടെ അടിച്ചു, ഓർക്കുന്നുണ്ടല്ലോ. അതിനുശേഷം രണ്ടാമത്തെ ആക്രമണമാണ്. അന്ന് അമേരിക്കൻ താവളത്തിലേക്കാണ് ഒരു മിസൈൽ വന്ന് എവിടെയോ ഒന്ന് വീണതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, കൃത്യമായി ടാർഗറ്റ് ചെയ്ത് എവിടെ പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ തന്നെ ആക്രമിച്ചു. കൃത്യം അവർ ഉന്നം വെച്ചത് എന്താണോ അവിടെ ആ ഉന്നം നേടിയോ എന്നറിയില്ല. ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് തർക്കങ്ങൾ ഇതിപ്പോഴും ഉണ്ട്. പക്ഷേ അയാളുടെ മകൻ ഹുമാം കൊല്ലപ്പെട്ടു എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയോ എന്നറിയില്ല. ഏതായാലും പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരായ മുഹമ്മദ് ദാർവിഷ്, മൗസ അബു മർസൂഖ്, സഹർ ജബ്രിയാൻ, ഖാലിദ് മിഷാൽ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അവരെ എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഒരു 5 പേരുടെ ചിത്രമുള്ള പടവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഹമാസ് പറയുന്ന അങ്ങനെയൊന്നുമല്ല, പലരും ഒന്നും പറ്റില്ല. ഖത്തറിൻ്റെ ഒരു സെക്യൂരിറ്റി ഓഫീസർ മരിച്ചിട്ടുണ്ട്. പിന്നെ ചില മരണങ്ങളുണ്ടായി, അത് ആരൊക്കെയെന്ന് അവരും പറയുന്നില്ല. ഏതായാലും പരസ്പര വിരുദ്ധമാണ് അമേരിക്കയുടെ പ്രതികരണം. മാത്രമല്ല, ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ ഈ ആക്രമണം സഹായിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. എന്നാലും ഗാസയിൽ വേറൊരു കാര്യം ട്രംപ് പറഞ്ഞു കേട്ടോ, ഈ ലക്ഷ്യം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ താല്പര്യങ്ങളെ സഹായിക്കുന്നില്ല. അതിൻ്റെ കൂടെ ട്രംപ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പേരിൽ ലാഭമുണ്ടാക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്നത് വലിയ നേട്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നോക്കൂ, ഒക്ടോബർ 7, 2023 അന്നാണല്ലോ ഈ ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1200 ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഗർഭിണി, ശൂലം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ, അവിടെ ഗർഭിണികളെ കൊന്നിട്ടുണ്ട്, അവരുടെ വയറ് കീറിയിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കഥ, അതായത് അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ അമ്മയെ ബലാത്സംഗം ചെയ്തു കൊന്നു. എന്നിട്ട് അവളുടെ ശരീരം ഒരു ട്രക്കിലിട്ടുണ്ട് ലോകത്ത് നഗ്നയാക്കി മൃതദേഹത്തിൽ ചവിട്ടിക്കൊണ്ടു നടന്നു. അപ്പോൾ ഗർഭിണി ശൂലം എന്നൊക്കെ പറഞ്ഞ ശീലം 921 മലബാറിൽ നടത്തിയിട്ടുണ്ട്. ഗർഭിണിയുടെ വയറ് കീറി ഭ്രൂണം പുറത്തെടുത്തിട്ടുണ്ട് മലബാർ കലാപത്തിൽ വാരികുന്നൻ്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്ന പോലെ ഹമാസ് ഇസ്രായേലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ക്രൂരത നടക്കുമ്പോൾ ഇന്നലെ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ആളുകൾ TV-യിൽ കണ്ടിട്ട് ആഘോഷിക്കുകയായിരുന്നു. എവിടെ ഇരുന്ന്? ഖത്തറിലിരുന്നു. എന്നിട്ട് ഇവർ നിരന്തരം അവിടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഗർഭിണികളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ നിലവിളിക്കും, ലോകത്തിൻ്റെ മുന്നിൽ നിലവിളിക്കും. കരക്കിരുന്നുകൊണ്ട് കടലിൽ കാര്യം പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ വലിയ തോതിൽ സമ്പത്തുണ്ടാക്കും. ഈ സമ്പത്ത് മുഴുവൻ വെച്ച് ഇവർ സുഖത്തോടെ കഴിയും. ഇസ്മയിൽ ഹനിയയുടെ ഭാര്യയുടെ ബാഗ് നമ്മൾ കണ്ടില്ല, 36 ലക്ഷം രൂപയുടെ ബാഗുമായിട്ടാണ് ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ എലിയെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ പുറത്തിറങ്ങി എങ്ങനെ ജീവിക്കും? ഹമാസിൻ്റെ ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം ഖത്തറിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കഴിയുമായിരുന്നു. എന്നിട്ട് ഇവർ പിരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം വേറൊരു ചിത്രം കണ്ടു. ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് 3 തവണ 3 ആളുകൾ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ചിത്രം. 3 ചിത്രത്തിലും ഉണ്ടായിരുന്നത് 3 ആഴ്ച വന്ന അപകടത്തിൽപ്പെട്ട ആ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുന്നത് ഒരേ കുട്ടിയാണ്, ഒരേ ബനിയനാണ് കുട്ടി ഇട്ടിരിക്കുന്നത്. എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ വേറെയാണ്. മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുടെ ശവമഞ്ചവും പിടിച്ചുകൊണ്ട് ആളുകൾ നടന്നു പോകും. അപ്പോഴേക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഈ ഇസ്രായേലിൻ്റെ ആക്രമണം, ഇവന്മാർ ശവമഞ്ചം ഇട്ടിട്ട് ഓടുന്നു. കുറച്ച് കഴിയുമ്പോൾ ശവം ഇടിയിട്ട് ഓടുന്നു. അപ്പൊ കണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം വെച്ചിട്ട് ഇവര് ലോകം മുഴുവൻ പിരിവ് നടത്തുകയാണ്. ഈ പിരിവെടുത്തിട്ട് ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിൽ സുഖിച്ചു കഴിയുന്നു. കുറെ കഴിഞ്ഞപ്പം ഈ ട്രംപ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അവസാനം അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിരുന്നു, ഇപ്പൊ പൊക്കോണം എല്ലാം ഖത്തറിൽ നിന്ന് പൊക്കണം, ഇനി ഒരു കാരണവശാലും കണ്ടുപോരെന്ന് പറഞ്ഞപ്പോൾ ഇവരിലൊക്കെ ഓടി തുർക്കിക്ക് പോയിരുന്നു. പിന്നീട് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഖത്തർ മുൻകൈ എടുക്കുമ്പോഴാണ് ഇവർ ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും വരുന്നത്. അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് ഇസ്രായേൽ നടത്തിയൊരു ആക്രമണമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതോടുകൂടി ഏറ്റവും കൂടുതൽ വരണ്ടിരിക്കുന്ന ആരെന്നറിയോ? തുർക്കിയാണ്. കാരണം തുർക്കി ഇസ്രായേലിനെതിരാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ തുർക്കി നേരിട്ട് ഇടപെടുന്നില്ല. പക്ഷേ ഇനി ഹമാസിൻ്റെ തലവന്മാരെല്ലാം ഈ പറയുന്നത് പോലെ തുർക്കിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ തുർക്കി കയറി അടിക്കും. അപ്പോൾ തുർക്കിക്ക് ഭീഷണിയാണ്. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ അറിവ് കൂടാതെയാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളത് ട്രംപിന് വലിയ ക്ഷീണമാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ നോബൽ സമ്മാനം വേണം, ഇപ്പോൾ യുദ്ധം നിർത്തണം, യുദ്ധം നിർത്തിയിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവന്ന ആളെന്ന പേരിൽ നോബൽ സമ്മാനം വാങ്ങാൻ തയ്യാറായിരിക്കുമ്പോഴാണ് നെതന്യാഹു ട്രംപിനെ അറിയിക്കാതെ ഈ യുദ്ധം കൂടുതൽ വഷളാക്കാൻ ഗൾഫ് രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുന്നത്.
അത് ഫസ്റ്റ് ടൈം. അപ്പോൾ യുദ്ധം പുതിയ പുതിയ മേഖലകളിലേക്ക് ഇസ്രായേൽ വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഗാസ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുത്തു. ഗാസ സിറ്റി കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഗാസ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായ രാജ്യമാണ്, ഒരു സംവിധാനങ്ങളും ഇല്ല എന്തൊക്കെയല്ലേ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കൂറ്റൻ 10-40 നിലയെങ്കിലും മിനിമം ഉള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ ഇവർ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് തകർത്ത്. അപ്പോൾ ഗാസയിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ നഗരമായിരുന്നു. അല്ലാതെ ഗാസയെ ഇവിടെ മീഡിയ വണ്ണൊക്കെ പറയുന്ന പോലെ ഗാസ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്വർഗം, ഇത് നരകം, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സൗകര്യവും ഇസ്രായേൽ കൊടുക്കുന്നുണ്ടായിരുന്നു. വൈദ്യുതി കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത് എല്ലാം ഇസ്രായേലാണ്. വമ്പൻ കെട്ടിടങ്ങളും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒക്കെ ഗാസയിലുണ്ടായിരുന്നു. അവിടെ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവർക്ക് ഈ സാധനം ഒന്നുമില്ലെന്ന് പറഞ്ഞ് പിരിക്കണം, ഈ യുദ്ധം ഉണ്ടാക്കി വീണ്ടും നാശം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ലോകം മുഴുവൻ പിരിക്കണം, ആഗോള ഇസ്ലാമിന് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞ് ഇവർ പിരിവ് നടത്തും. എന്നിട്ട് ഏതാനും നേതാക്കന്മാർ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്ക എടുക്കുന്ന നയങ്ങളെ പതുക്കെ പരോക്ഷമായാണെങ്കിൽ കൂടെ നിന്ന് തള്ളിപ്പറയുകയാണ് ഇസ്രായേൽ. നെതന്യാഹു തീരുമാനിക്കും, നെതന്യാഹു നടപ്പാക്കും. എന്നിട്ട് നടപ്പാക്കി അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ട്രംപിനെ വിളിച്ച് പറയും, അണ്ണാ ഞാനൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയും. കാരണം വിട്ട മിസൈൽ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഏത് ട്രംപ് പറഞ്ഞാലും വിട്ട മിസൈൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏതായാലും നെതന്യാഹുവിൻ്റെ ഇന്നലത്തെ നീക്കം സത്യത്തിൽ ഹമാസിന് മാത്രമല്ല, ഖത്തറിന് മാത്രമല്ല, ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കിക്കെതിരെ കൂടിയുള്ള മുന്നറിയിപ്പാണ്. മാത്രമല്ല ട്രംപ് എടുക്കുന്ന നിലപാടുകൾ, ട്രംപിന് ഞങ്ങളുടെ ചെലവിൽ നോബൽ സമ്മാനം വേണ്ട എന്ന് പരോക്ഷമായി നെതന്യാഹു പറയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.